വളരെ സിമ്പിളായ എല്ലാവർക്കും എളുപ്പം ലഭ്യമാവുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ ന്യൂസ് പേപ്പർ, ബട്ടർഫ്ലൈസിൻ്റെ പിക്ചർ, ബോട്ടിൽ, കത്രിക, മെഴുകുതിരി, ഫെവിക്കോള്. അപ്പോൾ ആദ്യം തന്നെ ന്യൂസ് പേപ്പർ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാൻ മടക്കിയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ഇതേപോലെ മെഴുകുതിരി കത്തിച്ചിട്ട് അതിൻ്റെ അറ്റത്ത് ചെറുതായിട്ട് കരിച്ചെടുക്കണം. അപ്പോൾ തീ പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇതേപോലെ കത്തിയ ഉടനെ തന്നെ നമ്മൾ കെടുത്തും വേണം. അപ്പോൾ അറ്റം ചെറുതായിട്ട് ഇങ്ങനെ കരിഞ്ഞതുപോലെ ഉള്ളൊരു ഫീൽ ഉണ്ടാവും. ഇത് ഞാനിപ്പോൾ ഒന്നായിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. കുറച്ചധികം എണ്ണം വെച്ചിട്ട് ഒരു 5 10 ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ തീ കത്തിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതിലും കുറച്ചുകൂടെ നല്ല ഭംഗിയിൽ കിട്ടും. കുറച്ചുകൂടെ ഒരു കത്തിയതിൻ്റെ ഒരു ഷെയ്ഡ് വരും. അപ്പോൾ ഇതേപോലെ കിട്ടും. അപ്പോൾ ഇതേപോലെ ഞാൻ കുറേ എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ഒന്നിച്ച് വെച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് അറ്റത്ത് കുറച്ചുകൂടെ ഒരു കളറുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്കിത് ബോട്ടിലിൻ്റെ മേലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ഫെവിക്കോള് വെച്ചാണ് ഞാനിത് ഒട്ടിക്കുന്നത്. അപ്പോൾ ഫെവിക്കോള് നന്നായിട്ട് എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കണം. കാരണം പൊന്തിയൊന്നും പൊള്ളച്ചൊന്നും നിൽക്കാൻ പാടില്ല. കറക്റ്റായിട്ട് പറ്റി ചേർന്ന് ഇരിക്കണം. അപ്പോൾ അത് കുറച്ച് മേലെയായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഫുള്ള് മേലെയല്ല, കുറച്ചൊരു ഒന്നിൻ്റെ അറ്റത്ത് കുറച്ച് മേലെയായിട്ട് ഒട്ടിച്ചാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് ഈ ബോട്ടിൽ കംപ്ലീറ്റ് നമ്മൾ ഒട്ടിച്ചെടുക്കണം. അപ്പം ഞാൻ ഈ കളർ ചിത്രങ്ങളൊന്നും ഇല്ലാതെ എഴുത്ത് മാത്രമായിട്ടുള്ള പീസ് നോക്കിയിട്ടാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വലിയ എഴുത്തുള്ളതും അതേപോലെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ മുഴുവനായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഒട്ടിച്ച് ഉണക്കി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ പൂമ്പാറ്റയെ വെട്ടിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ പ്രിൻ്റ് എടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പൂമ്പാറ്റ കിട്ടാൻ വളരെ എളുപ്പമാണ്. സാധാരണ നമ്മളെ നെയിം സ്ലിപ്പൊക്കെ ഉണ്ടല്ലോ കുട്ടികൾ ബുക്കിലൊക്കെ ഒട്ടിക്കുന്നത്, അതിൽ ഇതേപോലെ പൂമ്പാറ്റയുടെ സ്റ്റിക്കർ വരാറുണ്ട്. അല്ലെങ്കിൽ പൂമ്പാറ്റയുടെ സ്റ്റിക്കർ മാത്രമായിട്ടൊക്കെ ചില ബുക്ക് സ്റ്റാളുകളിൽ കാണാറുണ്ട്. അല്ലെങ്കിൽ പ്രൊജക്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പലതരം പൂമ്പാറ്റയുടെ പിക്ചർ അടങ്ങിയിട്ടുള്ള ചാർട്ട് വാങ്ങാൻ കിട്ടും. ഇതൊന്നും അല്ലെങ്കിൽ വല്ല ബാലരമയിലോ ബാലമംഗളത്തിലോ അതേപോലെയുള്ള ബാലഭൂമിയിലോ ഒക്കെ നോക്കിയാൽ നമുക്ക് പൂമ്പാറ്റയുടെ ചിത്രം കിട്ടും. ഇനി ഇതൊന്നും കിട്ടിയില്ല വെച്ചാൽ നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് പൂമ്പാറ്റേനെ വരച്ചെടുക്കാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിളാണ് പൂമ്പാറ്റേനെ വരയ്ക്കാനായിട്ട്.
നമ്മൾ ഈ പൂമ്പാറ്റേനെ നല്ല വൃത്തിയായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ കുറേ പൂമ്പാറ്റകളെ ഞാൻ ഇതേപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പല കളറുള്ള നല്ല ഭംഗിയുള്ള പൂമ്പാറ്റകളാണ്. ഇനി നമുക്ക് ഇത് ഈ ബോട്ടിലിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിറച്ചിങ്ങനെ ഒട്ടിക്കുന്നില്ല, കുറച്ചകത്തി നല്ല ഭംഗിയിൽ ഓരോന്നോരോന്നായിട്ടാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പൂമ്പാറ്റേനെ ഒട്ടിച്ചു. ഇപ്പം തന്നെ കണ്ടാൽ നമുക്കറിയാം നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി ഒരു കുഞ്ഞു പൂമ്പാറ്റേനെ നമുക്ക് മേലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആ പൂമ്പാറ്റേനെ ഒട്ടിച്ചു. ഇനി ഓരോ പൂമ്പാറ്റകളായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. വിട്ട് വിട്ട് ഒട്ടിക്കാം. കാണുന്ന ഒരു ഭാഗത്ത് 1-2 പൂമ്പാറ്റ മതി. ഇനി നമുക്ക് ഈ നല്ല പല കളറുള്ള സുന്ദരി പൂമ്പാറ്റനെ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ നീല പൂമ്പാറ്റ തന്നെയാണ് കൂടുതൽ ഭംഗിയെന്ന് തോന്നുന്നു. അപ്പം നമ്മളെല്ലാ പൂമ്പാറ്റേനെയും ഒട്ടിച്ച് നല്ല ഭംഗിയായിട്ടുള്ളൊരു ബോട്ടിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിലിൻ്റെ മേൽവശത്തായിട്ട് ഒരു റിബൺ ചുറ്റി കൊടുക്കാം. നീല റിബൺ ആണെങ്കിലും ഭംഗി ഉണ്ടായിരിക്കും. പിങ്ക് കുറച്ചുകൂടെ ഭംഗി തോന്നിയോണ്ടാണ് ഞാൻ പിങ്ക് എടുത്തത്. അപ്പോൾ ഇതേപോലെ ചുറ്റി നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ വെക്കാൻ ഒരു കുഞ്ഞു ബോ ഉണ്ടാക്കാം. അപ്പോൾ ഗോൾഡൻ കളർ റിബൺ വെച്ചിട്ടാണ് ഞാൻ ഈ ബോ ഉണ്ടാക്കുന്നത്. നമ്മളെ ബോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഈ റിബണിൻ്റെ മേലെയായിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ മനോഹരമായിട്ടുള്ള ബോട്ടിൽ ആർട്ട് റെഡി ആയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ന്യൂസ് പേപ്പർ നമുക്ക് കിട്ടും. ബോട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ റോട്ടിലിറങ്ങി വെറുതെ നോക്കിയാൽ ഇഷ്ടംപോലെ ബോട്ടിലുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.